8 പേർ ഈ ആഴ്ച നോമിനേറ്റഡ് ആയിരിക്കുകയാണ്. 2 പേരുടെ കട്ട തെറിക്കാൻ ചാൻസ് ഉണ്ട്. 2 പേര് ഔട്ടാവും. മണി ബോക്സ് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി എങ്കിലും കണ്ടന്റ് കിട്ടും. മണി ബോക്സ് വേണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയാം ബിഗ് ബോസ് മണി ബോക്സിന്റെ ട്വിസ്റ്റ് അങ്ങ് മാറ്റ്, അപ്പോൾ വേറെ ലെവലാവും. പക്ഷെ മണി ബോക്സ് എങ്കിലും വെച്ചില്ല എന്നുണ്ടെങ്കിൽ ശോകമൂക അവസ്ഥയായിരിക്കും. കാരണം ഒരു പുല്ലും പുണ്ണാക്കും ചുക്കും ചുണ്ണാമ്പും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തിനോ വേണ്ടി ബിഗ് ബോസ് അവരെയൊക്കെ വിളിക്കുന്നു. കഴിഞ്ഞ സീസണിൽ നടന്നതുപോലെ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ച് വെറുതെ ഇരുത്തി കുറേ കാര്യങ്ങൾ ലൈവിൽ തേഞ്ഞൊട്ടിയാണ് ഇപ്പോൾ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? നോമിനേറ്റഡ് ആയവരിൽ ആരൊക്കെയാണ് പുറത്തു പോകാൻ സാധ്യതകൾ പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് ലേറ്റസ്റ്റ് ഫാസ്റ്റ് അപ്ഡേറ്റ്സ് കിട്ടാനായിട്ട് ഇപ്പം തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ വേണം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരും ഈ പറഞ്ഞ പണപ്പെട്ടി അത് തന്നെയാണ് ബിഗ് ബോസ് ലിവിംഗ് റൂമിൽ വിളിക്കുന്നു. ടിക്കറ്റ് ഫിനാലെ കിട്ടിയ അഭിഷേക് ഒഴികെ ബാക്കിയുള്ള എല്ലാവരും നോമിനേറ്റഡ് ആണ്. മനസ്സിലായില്ലേ? അഭിഷേക് ഫിനാലെ വീക്കിലെത്തി, ബാക്കിയുള്ള എല്ലാവരും നോമിനേറ്റഡ് ആണ്. അതായത് നമ്മുടെ ഋഷി, ജിൻഡോ, സായി, അർജുൻ, നോറ, ശ്രീതു, ജാസ്മിൻ, സിജോ, ഇവർ 8 പേരും നോമിനേറ്റഡ് ആണ്. അപ്പോൾ ഇവരിൽ 2 പേര് പുറത്തു പോകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. കാരണം ഈ ആഴ്ച ഒരു ഡബിൾ എവിക്ഷൻ നടക്കേണ്ടതായിരുന്നു, പക്ഷേ സിംഗിൾ എവിക്ഷനെ നടന്നുള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും ഒരു ഡബിൾ എവിക്ഷൻ നടക്കാനുള്ള സാധ്യത ഉണ്ട്. പണപ്പെട്ടിയും കൂടി വരുവാണെങ്കിൽ, ഈ ആഴ്ച പണപ്പെട്ടിയും കൂടി വരുവാണെങ്കിൽ പണപ്പെട്ടിയും ഒരാൾ പോവും, പണപ്പെട്ടിയിൽ നിന്നും ഒരാൾ പോവും, ചിലപ്പോൾ വീക്കെൻഡിൽ നിന്ന് ഒരാൾ പോവും, ചിലപ്പോൾ വീക്കെൻഡിൽ നിന്ന് 2 പേര് എന്നാലും പോവും. എന്നാലും 2-3 പേര് പണപ്പെട്ടിയും എവിക്ഷനും എല്ലാം കൂടി ചേർത്ത് 2-3 പേര് പോയി അവസാനം ഒരു 6-ലേക്കോ 5-ലേക്കോ ഒക്കെ എത്താനുള്ള ഒരു സാധ്യതകളാണ് ഇപ്പം കാണുന്നത്. എന്നാലും ഒരു ഡബിൾ എവിക്ഷൻ തന്നെ നമുക്ക് ഉറപ്പിച്ചിരിക്കാം. വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസ് ആരാണോ അവർക്ക് മാത്രം വോട്ട് ചെയ്യുക. അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം. വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യാതിരിക്കുക. അഭിഷേക് 92ാമത്തെ ഡേ മുതൽ ഇനി നോമിനേഷനിൽ വരുള്ളൂ. 92ാമത്തെ, അതായത് വരുന്ന സൺഡേ എപ്പിസോഡ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വീക്കിൽ അതിനകത്തൊരു മിഡ് വീക്ക് എങ്ങാനും നടക്കുന്നെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ പോലെ അപ്പോഴാണ് എല്ലാവരും നോമിനേഷനിൽ വരുന്നത്. അപ്പോൾ 92ാമത്തെ ഡേയിൽ മാത്രമേ ഇനി അഭിഷേക് നോമിനേഷനിൽ വരത്തുള്ളൂ. അപ്പോൾ ഇതാദ്യം ബിഗ് ബോസ് പറയുകയാണ്. എന്നിട്ട് പിന്നീട് ഈ നോമിനേഷൻ്റെ കാര്യം പറയുന്നു. എന്നിട്ടാണ് നിങ്ങൾ ആദ്യം മുതൽ ഇതുവരെ ഓരോ ആഴ്ചയും നിങ്ങൾ ആരുടെയൊക്കെ പേരുകളാണ് നോമിനേറ്റ് ചെയ്തതെന്ന് ഓർത്തെടുത്ത് പറയാൻ പറയുന്നു. കാരണം ടാസ്ക് ഒന്നും ഇല്ലല്ലോ, അപ്പോൾ സമയം തള്ളി നീക്കണമല്ലോ. അപ്പം ആദ്യം നോറ വരുന്നു. നോറ ആദ്യത്തെ ആഴ്ച ഇന്നയാളെയാണ്. അപ്പം നിങ്ങൾ പറയുന്ന പേരുകൾ തെറ്റുകയാണെങ്കിൽ ഞാൻ തിരുത്തി തരും. പക്ഷേ ഫ്രണ്ടിൽ ഒരു ബൗൾ നിറച്ച് ബിസ്ക്കറ്റ് ഉണ്ട്. അപ്പോൾ ബിസ്ക്കറ്റ് ഒരെണ്ണം നിങ്ങൾക്ക് തെറ്റുമ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ബിസ്ക്കറ്റ് തിന്നണം. അപ്പം ഞാൻ വിചാരിച്ച എരിയുള്ള ബിസ്ക്കറ്റോ വല്ല കഴിഞ്ഞ സീസണിലൊക്കെ കൊടുക്കുമ്പോൾ എന്നുള്ള എരിയുള്ളതോ കയ്പുള്ളതോ ഒക്കെ ആയിരിക്കുന്നത്. എവിടെ ചോക്ലേറ്റ് ബിസ്ക്കറ്റും കൊണ്ടുവച്ച് തെറ്റുകയാണെങ്കിൽ ബിസ്ക്കറ്റ് ചെയ്യണം. അത് 10 എണ്ണം തെറ്റിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 10 ബിസ്ക്കറ്റും കിട്ടും. വെറും ഊളപ്പരിപാടികളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതെല്ലാം എല്ലാവരും വളരെ കൃത്യമായി കൈകാര്യം ചെയ്ത് ആ പരിപാടി അങ്ങ് തീരുവാണ്. എല്ലാവരും ലാഗടിപ്പിച്ചങ്ങ് കൊല്ലുവാണ്. എന്നിട്ട് ഇനി എനിക്ക് പറയാനുള്ളത്, മണി ബോക്സിൻ്റെ സംഭവത്തിൽ എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് വരണം. ഞാൻ പറയുന്നത് 1-2 പേര് മണി ബോക്സ് എടുത്തു കഴിഞ്ഞാൽ കളിയിൽ ഒരു ഭീകര ട്വിസ്റ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. ഈ പറയുന്ന പോലെ ഋഷിയൊക്കെ മണി ബോക്സ് എടുക്കുവാണെങ്കിൽ അഭിഷേകിലേക്ക് ഒരു കൂറ്റൻ വോട്ട് തന്നെ മറിയാൻ ചാൻസ് ഉണ്ട്. കാരണം ഋഷിയുടെയും അൻസിബയുടെയൊക്കെ വോട്ട്, അൻസിബയുടെ വോട്ട് ഋഷിക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ വോട്ടുകൾ ഋഷി ഈ പറയുന്ന പോലെ മണി ബോക്സ് എടുത്തു കഴിഞ്ഞാൽ അഭിഷേകിലോട്ട് മറിഞ്ഞ് അഭിഷേക് ഒരു 2nd, 3rd പൊസിഷനിൽ വരെ എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അഭിഷേകിന് വോട്ടില്ലാത്ത ആളൊന്നുമല്ല, വോട്ടൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു ലെവൽ വരെ എത്താൻ ചാൻസ് ഉണ്ട്. ഒരു ഇഞ്ചോടിഞ്ച് ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ ലാസ്റ്റ് നടക്കും. ഈ സീസണിലാണ് നമുക്ക് ഇപ്പോഴും വിന്നർ ആരാകും എന്നൊരു പ്രഡിക്ഷൻ പറയാൻ പറ്റാത്തത്, അല്ലേ? കുറേ പേര് ജിൻഡോയുടെ പേര്, കുറേ പേര് ജാസ്മിൻ്റെ പേരൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതൊക്കെ 2 പേർക്ക് അപ്പുറമായിട്ട് ഒരു പേര് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഔട്ട് ആവുന്നതിനനുസരിച്ച് വോട്ട് മറിയും. കഴിഞ്ഞ തവണ അങ്ങനെ ആയിരുന്നില്ല. നമുക്കൊരു 10-50 ദിവസം ആയപ്പോൾ തന്നെ മാരാറ് പൊക്കുവടെ എന്നുള്ള ഒരു ലെവലിലോട്ട് എത്തി. പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു ലെവലിലേക്ക് പോകുന്നില്ല കളി. ഞാൻ പറയുന്ന മണി ബോക്സ് ബിഗ് ബോസ് 2 പേരെ കർശനമായിട്ട് പറയണം. കാരണം 9 പേരുണ്ട് വീട്ടിൽ. മണി ബോക്സ് കൊണ്ടുവന്നിട്ട് 2 പേര് എടുക്കണം എന്നുള്ള ലെവലിൽ കൊണ്ടുവന്ന് 10 ലക്ഷമോ 16 ലക്ഷം വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു തമിഴ് ബിഗ് ബോസിൽ. അതുപോലെ 8-8 തിരിച്ചിട്ടോ 8-7 8-4 ഒക്കെ ആയിട്ട് തിരിച്ചിട്ട് ആവശ്യമുള്ള 2 പേര് നിങ്ങൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ എവിക്ഷൻ നടത്തുമെന്നൊരു തീരുമാനം കൊണ്ടുവരണം. നാളെ മണി ബോക്സ് വെച്ചിട്ട്, അതായത് നാളത്തെ ലൈവിൽ, ഇന്നിപ്പോൾ വെച്ചിട്ടുണ്ടാവണം, ചിലപ്പോൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ മണി ബോക്സ് വെച്ചിട്ട് ബുധനാഴ്ച വരെയുള്ള വോട്ടിംഗ് കാൽക്കുലേറ്റ് ചെയ്ത് ഓൾറെഡി ഫിക്സ് ആക്കിയിട്ട് നിങ്ങൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു മിഡ് വീക്ക് ഇപ്പം നടക്കുമെന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറയണം.
അങ്ങനെ എന്തായാലും ഒരാളെ എവിക്റ്റ് ആക്കണം, അല്ലെങ്കിൽ ട്വിസ്റ്റുകൾ കൊണ്ടുവരണം. ഇല്ലാന്നുണ്ടെങ്കിൽ പണപ്പെട്ടി വെച്ച് കഴിഞ്ഞാലും കണ്ടന്റ് ഒന്നും വരത്തില്ല. കാരണം പണപ്പെട്ടിയുടെ കാര്യം ഇവർ ഓൾറെഡി 50ാമത്തെ ദിവസം പോലെ പ്ലാനിങ് ആണ്. പണപ്പെട്ടി പണം എടുത്ത് അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, അവിടെ മറിക്കാം, ഇവിടെ മറിക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവരെല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ ട്വിസ്റ്റുകൾ വന്നില്ല എന്നുണ്ടെങ്കിൽ ഇനിയും പരമ ബോറാവും. അടുത്ത ആഴ്ച എന്തായാലും കണ്ടന്റിന്റെ പൂരമായിരിക്കും. കാരണം ജൂൺ 8-ാം തീയതി മുതൽക്ക് കണ്ടസ്റ്റൻസിന് ഫ്ലൈറ്റ് ആണ് ചെന്നൈയിലോട്ട്. നമ്മുടെ ഔട്ടായി പോയിട്ടുള്ള കണ്ടസ്റ്റൻസ് അവരൊക്കെ 8-ാം തീയതി ചെന്നൈയിൽ എത്തും. രാവിലെയും ഉച്ചയ്ക്കും രാത്രിയൊക്കെ ആയിട്ട് എത്തും. എന്നിട്ട് 9-ാം തീയതി ഇവർ വീട്ടിനകത്തോട്ട് കയറും. 9-ാം തീയതി ഞായറാഴ്ചയാണ്. 9-ാം തീയതി ഒരു വീട്ടിൽ കയറി 10-ാം തീയതി തിങ്കളാഴ്ച മുതൽ നമ്മൾ കാണും. എല്ലാവരും 9-ാം തീയതി അല്ല കയറുന്നത്. 9-ാം തീയതി കയറുന്നവരുണ്ട്, 10-ാം തീയതി കയറുന്നവരുണ്ട്, 11-ാം തീയതി കയറുന്നവരുണ്ട്, അപ്പോൾ 12-ാം തീയതി കയറുന്നവരുണ്ട്. അപ്പം നമ്മളിത് 10-ാം തീയതി മുതലാണ് കാണുന്നത്. 10, 11, 12, 13, 14, 15 ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന സമയമാണ്. തിങ്കൾ മുതൽ വെള്ളി വരെ നമുക്ക് കാണാൻ പറ്റും. 5 ദിവസം. കഴിഞ്ഞ വർഷം 3 ദിവസമാണ് നമ്മൾ കണ്ടത് കണ്ടസ്റ്റൻസ് വീട്ടിൽ നിൽക്കുന്നത്. ഇത്തവണ 5 ദിവസം നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റും. തിങ്കളാഴ്ച കയറുന്നവരൊക്കെ ഫ്രൈഡേ വരെ നിന്ന് ഇറങ്ങുന്ന കാണാൻ പറ്റും. അപ്പോൾ സാറ്റർഡേ ഒരു ദിവസം നമുക്ക് ബോർ അടിക്കത്തുള്ളൂ. ലാസ്റ്റ് ഡേ നമുക്ക് ഭയങ്കര ബോറാണ്, അറിയാമല്ലോ. പക്ഷേ തമിഴ് ബിഗ് ബോസിനാൽ ലാസ്റ്റ് ഡേ ലൈവ് ഒക്കെ കാണിക്കും. നമ്മുടെ മലയാളത്തിലാണ് ലൈവ് ഇല്ലാത്ത ലാസ്റ്റ് ഡേ. തമിഴ് ബിഗ് ബോസിൽ ലൈവ് ഒക്കെ കാണിച്ച് ഇവരെ മേക്കപ്പ് ചെയ്യാനൊക്കെ കൊണ്ടുപോലെ ലാസ്റ്റ് മുഖമൊക്കെ ക്ലീൻ ചെയ്യാൻ, ത്രെഡ് ചെയ്യാനും, ബിയർഡ് എടുക്കാനും, ഷേപ്പ് വരുത്താനും ഒക്കെ മുടി വെട്ടാനും ഒക്കെ കൊണ്ടുവന്നൊക്കെ ലൈവിൽ അത് നല്ല രസമാണ് അത് കണ്ടുകൊണ്ടിരിക്കുക. ഇവരെ കൊണ്ടുപോയി മേക്കപ്പ് ഒക്കെ ചെയ്യണം, കറക്റ്റ് കാണിക്കും. അപ്പോൾ കണ്ടസ്റ്റൻസ് റീ എൻട്രി ചെയ്യുന്ന സമയത്ത് തന്നെ അവരെ മേക്കപ്പ് ഒക്കെ ചെയ്യാൻ കൊണ്ടുവന്നേക്കണം. അപ്പോൾ അതൊന്നും നമ്മുടെ മലയാളത്തിൽ ഒരു ദിവസം ലാസ്റ്റ് വരുന്ന ഒരു ദിവസത്തെ ലൈവ് കട്ട് ചെയ്താണ് കാണിക്കുന്നത്. നമുക്കത് അറിയാം. ഇത്തവണ എങ്കിലും അതൊന്ന് മാറ്റിപ്പിടിച്ച് ഇവരെ മേക്കപ്പ് ഒക്കെ ചെയ്യാൻ കൊണ്ടുപോകണം, കാണിച്ചു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. നോക്കാം. എന്തായാലും ഫിനാലെ അടുത്തു. ഇനി പറഞ്ഞ കണക്ക് ദിവസം ഇല്ലല്ലോ. ഇനി എത്ര ദിവസമുണ്ട്? 13 ദിവസം കൂടി മാത്രമേ കഷ്ടിച്ച് ബാക്കിയുള്ളൂ. അതിനകത്തൊരു 10-12 ദിവസം നമുക്ക് ലൈവ് കിട്ടും. ഒരു ദിവസത്തെ ലൈവ് കട്ടാവും. നമുക്ക് നോക്കാം. ലൈവ് വെറും ശോകമൂകമായ അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മണി ബോക്സ് വെച്ച വിവരം അറിഞ്ഞിട്ടില്ല. എന്തായാലും ഇന്നലെ വെച്ചിട്ടില്ല എന്നാണ് അറിയുന്നത്. ഇന്ന് വെച്ചിട്ടുണ്ടോ എന്തോ എങ്കിൽ നമുക്ക് നാളെ കാണാൻ പറ്റും. ഇന്ന് വെച്ച വിവരം ഞാൻ അറിഞ്ഞില്ല. ഇന്ന് ഇതുവരെ മണി ബോക്സ് വെച്ചെന്നോ വെച്ചില്ലെന്നോ അറിഞ്ഞില്ല. വെക്കും എന്നാണ് അറിഞ്ഞത്. അതായത് മണി ബോക്സ് ഉണ്ട്, പണപ്പെട്ടി ഉണ്ട്, പണപ്പെട്ടി വെക്കും എന്നാണ് അറിഞ്ഞത്. അതിന് ഇന്ന് വെക്കുമോ അതോ ഇനി കണ്ടസ്റ്റൻസ് വന്നിട്ട് വെക്കുമോ? തമിഴിലൊക്കെ ആണെങ്കിൽ ഏതോ ഒരു സീസൺ 5-ലാണെന്ന് തോന്നുന്നു. സീസൺ 5-ലോ 6-ലോ ഒക്കെ രണ്ട് പേര് മണി ബോക്സ് എടുത്ത് വെളിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതുപോലെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ടോപ്പ് 6 റൗണ്ട് ചെയ്ത് കിട്ടി. ഒരു മിഡ് വീക്ക് എവിക്ഷൻ. 2 പേര് പണപ്പെട്ടി എടുത്തു കഴിഞ്ഞാൽ ഒരാളെ കൂടി എവിക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ടോപ്പ് 6 ആയി. പിന്നെ ഒരാളെ വന്നിട്ട് ഫിനാലെ മിഡ് വീക്കും കൂടെ ആകുമ്പോഴത്തേക്ക് ടോപ്പ് 5 കറക്റ്റ് ടോപ്പ് 5 ഡിക്ലറേഷൻ നടത്താൻ പറ്റും. ടോപ്പ് 7 ഡിക്ലറേഷനാണ് ഇത്തവണ എന്നൊക്കെ കേൾക്കണുണ്ട്. അങ്ങനെയൊക്കെ ആവുമോ എന്തോ നോക്കാം. ഒന്നും പറയാൻ പറ്റൂല. ഒരു വകയും പറയാൻ പറ്റാത്ത ലെവലിലാണ് പോയിക്കൊണ്ട്. കാരണം ശോകമൂകമാണ് ഇടയ അവസ്ഥ. പുല്ലും പുണ്ണാക്കും ചുക്കും ചുണ്ണാമ്പും ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ അടുത്ത ലൈവ് അപ്ഡേറ്റോട് ഞാൻ വരാം. ലൈവ് കാണുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് അടുത്ത കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.